ദീപ അനുഭവം പറഞ്ഞു തുടങ്ങി. അവസാനമായപ്പോഴാണ് അനുഭവത്തിൻ്റെ ക്ലൈമാക്സിലേക്ക് എത്തിയത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒരു ട്വിസ്റ്റ് ഉണ്ടായിരുന്നു. സുഖമായിട്ടുള്ള എന്താ പറയേണ്ടത്, കേൾക്കാലോ. സർവം കൃഷ്ണാർപ്പണമസ്തു. സാർ, എൻ്റെ പേര് ദീപ എന്നാണ്. ഷൊർണൂരാണ് വീട്. 2 വർഷമായിട്ട് ഭഗവാനായിട്ട് കൂടുതൽ അടുക്കാൻ സാധിച്ചു കേട്ടോ. ഓരോ ദിവസം കൂടുന്തോറും കൂടുതൽ അടുക്കുന്ന അനുഭവങ്ങളാണ് എനിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ചെറുപ്പം മുതലേ കണ്ണനോട് ഭയങ്കര ഭക്തിയും ഇഷ്ടമൊക്കെ ആയിരുന്നു. സന്തോഷം വന്നാലും സങ്കടം വന്നാലും എൻ്റെ കൃഷ്ണ എന്നറിയാതെ പറഞ്ഞു പോവാറുണ്ട്. നാട്ടിലെ ഒരു കൃഷ്ണൻ്റെ അമ്പലം ഉണ്ടായിരുന്നു. അത് കുറച്ച് ദൂരത്തായിരുന്നു. അന്ന് ആരും കൊണ്ടുപോയില്ല. 21ാം വയസ്സിൽ കല്യാണം കഴിഞ്ഞു. ഈ നാട്ടിൽ വന്നു. കുറേ വർഷങ്ങൾ കഴിഞ്ഞ് ബുദ്ധിമുട്ടും കഷ്ടപ്പാടുമായിട്ട് അങ്ങനെ 15 വർഷമായിട്ടും വീടൊന്നും വെക്കാൻ സാധിച്ചില്ല. 2 പെൺകുട്ടികളാണ് എനിക്ക്. വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് പോകുന്ന വഴി ഒരു കൃഷ്ണൻ്റെ അമ്പലമുണ്ട്, വിഷ്ണു ക്ഷേത്രം. ആ അമ്പലത്തിൽ വിഷ്ണുവും ഭഗവതിയുമാണ് മുഖ്യപ്രതിഷ്ഠ. ഓഫീസിലേക്ക് ബസ്സിൽ പോകുമ്പോൾ ഈ അമ്പലം കാണുന്നത് എപ്പോഴൊക്കെ അവിടെ പോകണമെന്ന് തോന്നാറുണ്ട്. പോകാൻ സാധിക്കാറില്ല. അങ്ങനെ ഇരിക്കെ വീട് പണി തുടങ്ങാൻ പറ്റാത്തതിൽ വലിയ വിഷമമായിരുന്നു. ഇൻഷുറൻസ് ഏജൻ്റാണ് ഞാൻ. ബിസിനസ് കുറവായിരുന്നു. പൈസയ്ക്ക് ബുദ്ധിമുട്ടായിട്ട് അതിൻ്റെ വിഷമവും. എൻ്റെ കാര്യങ്ങളൊക്കെ ഓഫീസിൻ്റെ മുന്നിലുള്ള ഷോപ്പിലെ ചേച്ചിയോട് ഞാൻ പറയായിരുന്നു. അവരാണ് എന്നോട് ഈ വിഷ്ണുവിൻ്റെ അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കാനും പിന്നെ അവിടുത്തെ നമ്പൂതിരിയെ കണ്ട് കാര്യങ്ങളൊക്കെ പറയാനും പറഞ്ഞു. അങ്ങനെ അവിടെ പോയി ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമ്പൂതിരി പറഞ്ഞതുപോലെ വഴിപാട് ചെയ്തു. അവർ പറഞ്ഞ സമയത്ത് തന്നെ വീട് പണി തുടങ്ങി. 1 വർഷം കഴിഞ്ഞപ്പോഴേക്കും വീട് പണി കഴിഞ്ഞ് കുടിയിരുന്നു. അത്ഭുതമെന്ന് തന്നെ പറയാം. ഹൗസിംഗ് ലോണും എൻ്റെ ഓഫീസും വിചാരിക്കാത്ത ഒരു സഹായവും കിട്ടി. അങ്ങനെ വീട് പണി തീർത്തിരുന്നു കേട്ടോ. പരമാവധി പോകാൻ സാധിക്കുന്ന ദിവസങ്ങളിലൊക്കെ പോകാൻ സാധിക്കാറുണ്ട് അമ്പലത്തിൽ. എൻ്റെ ജോലിയിൽ കൂടുതൽ വരുമാനം കിട്ടാൻ തുടങ്ങി. കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ എനിക്ക് സാധിച്ചു. ആത്മവിശ്വാസം കൂടാൻ തുടങ്ങി. മാനസികമായിട്ട് തകർന്നു പോകുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം ഞാൻ രക്ഷപ്പെട്ടു പോകുന്നു. മനസ്സിന് നല്ല ബലം കിട്ടുന്നുണ്ട്. കൂടെ മനോബലം തന്ന് കൂടെ ഒരാളുള്ള ഒരു ഫീലാണ് എനിക്കിപ്പോൾ. ഭഗവാൻ പല പ്രശ്നങ്ങൾക്കും ഒരു സൊല്യൂഷൻ എനിക്ക് ഉണ്ടാക്കിത്തരും. ഇപ്പോഴും ആ അമ്പലത്തിൽ പോവാറുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഒരു പോസിറ്റീവ് ലൈഫ് എനിക്ക് കിട്ടാൻ തുടങ്ങിയത് ഈ അമ്പലത്തിൽ പോയതിന് ശേഷമാണ്. എല്ലാ വർഷവും ചുറ്റുവിളക്കും മറ്റുമുള്ള വഴിപാടെല്ലാം ചെയ്യാറുണ്ട്. ഭഗവാനും ഭഗവതിക്കും എന്ത് കൊടുത്താലും എനിക്ക് മതിയാവുന്നില്ല. 3-4 വർഷമായിട്ട് ഗുരുവായൂർ വരാൻ സാധിച്ചിരുന്നില്ല. അങ്ങനെ കഴിഞ്ഞ വർഷം എനിക്ക് പോകാൻ സാധിച്ചു. ഇപ്പോൾ വർഷത്തിൽ 2 തവണ എനിക്ക് പോകാൻ സാധിക്കാറുണ്ട്. കഴിഞ്ഞ വർഷം പോയപ്പോൾ ഒരു കൃഷ്ണാനുഭവം ഉണ്ടായി. ഞാനും ഭർത്താവും എൻ്റെ 2 കുട്ടികളുമായിട്ടാണ് കഴിഞ്ഞ ഒക്ടോബറിൽ ഭഗവാനെ കാണാൻ പോയത്. സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞു നാമം ജപിച്ചാണ് ശ്രീകോവിലിൻ്റെ ഉള്ളിലേക്ക് നടന്നത്. ഉള്ളിലെത്തിയപ്പോൾ തിക്കും തിരക്കുമായി. ആരൊക്കെയോ ഉന്തി ഞാൻ ഭഗവാന്റെ മുന്നിലെത്തി. ഉള്ളിലേക്ക് നോക്കിയപ്പോൾ ഒരു വെളിച്ചം മാത്രമേ കാണാനായുള്ളൂ. സൂര്യപ്രകാശം പോലെ ഒരു വെളിച്ചം. ഞാൻ കുറേ കണ്ണടച്ച് തുറന്നു നോക്കി. വെളിച്ചം മാത്രമേ കാണുന്നുള്ളൂ. എനിക്ക് സങ്കടവും സന്തോഷവും തോന്നി. ഭഗവാൻ എന്നെ കളിപ്പിച്ചതാണെന്ന് പിന്നെ മനസ്സിലായി. കുറേ കൃഷ്ണാനുഭവങ്ങളുണ്ട് കേട്ടോ, എഴുതിയാൽ തീരില്ല. അവസാനമായിട്ടൊന്നുകൂടെ പറയാം. വീട്ടിൽ 2 നേരം വിളക്ക് വെച്ച് രാവിലെ ഞാൻ വെക്കും, വൈകുന്നേരം അമ്മ വെക്കും. ജോലി കഴിഞ്ഞ് ഞാൻ വരാൻ വൈകുന്നത് കൊണ്ടാണ്. കർപ്പൂരം ഒഴിയുന്നത് എനിക്ക് വലിയ ഇഷ്ടമാണ്. ചന്ദനത്തിരി കത്തിക്കുന്നതിൻ്റെ പിന്നിലെ ഒഴിഞ്ഞ ഭാഗമുണ്ട്. അവിടെ കർപ്പൂരം കത്തിച്ച് പിടിച്ച് അതുകൊണ്ടാണ് ഞാൻ ഭഗവാന് കർപ്പൂരം ഒഴിയാറ്. കയ്യിൽ ചൂട് പിടിക്കും കേട്ടോ ഇടയ്ക്ക്. അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിക്കും, കർപ്പൂരം വെച്ച് കത്തിക്കുന്നത് ഒരു വിളക്ക് പോലെ ഉള്ളത് എവിടെ നിന്നെങ്കിലും കിട്ടുമോ ഭഗവാനെ എന്ന്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എണ്ണയും തിരിയും ഇരിക്കുന്നതിൻ്റെ അടുത്തായിട്ട് കർപ്പൂരം ഒഴിയുന്ന വിളക്കിരിക്കുന്നു. അപ്പോൾ ഞാൻ അതിലൊന്ന് ശ്രദ്ധിച്ചു കേട്ടോ. അതിലാണ് കർപ്പൂരം ഒഴിയാൻ തുടങ്ങിയത്. അമ്മയ്ക്ക് ആരെങ്കിലും കൊടുത്തതാവെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. കുറേ ദിവസം കഴിഞ്ഞ് ഒരു ദിവസം അമ്മയോട് ചോദിച്ചു, കർപ്പൂരം ഒഴിയുന്നത് എവിടെ നിന്നാണ് കിട്ടിയതെന്ന്. അമ്മ പറഞ്ഞു, ഇത് നീ മേടിച്ചതാണെന്ന് ഞാൻ വിചാരിച്ചല്ലേ. അച്ഛനോടും ഭർത്താവിനോടും മക്കളോടും ചോദിച്ചു. അവർക്ക് ആർക്കും ഇത് എവിടെ നിന്ന് വന്നതെന്ന് അറിയില്ല. എനിക്ക് കൈ ചൂടെടുക്കുന്നത് ഭഗവാൻ എറിഞ്ഞുകൊണ്ട് വന്ന് തന്നതാണ്. കരിയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഉപയോഗിച്ചിരുന്നതാവാനാണ് സാധ്യത. ഒരു കർപ്പൂരം കാണിക്കുന്ന വിളക്കായിരുന്നു അത്. ഭഗവാൻ കൂടെ ഉള്ളതായിട്ട് തോന്നിക്കുന്ന പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഞാൻ എപ്പോഴും ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലിക്കൊണ്ട് നടക്കും. രാവിലെ കുളിച്ച് വിളക്ക് വെച്ച് ആ സമയം മുതൽ ഓരോ പണികൾ എടുക്കുമ്പോഴും ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴും അങ്ങനെ പലപ്പോഴായി നാമം ചൊല്ലിക്കൊണ്ട് നടക്കും. എന്നും ഭഗവാൻ എൻ്റെ കൂടെ ഉണ്ടാവണേ. ഹരേ കൃഷ്ണ. കർപ്പൂരത്തട്ട് അവിടെ ഉണ്ടാവും വീട്ടിൽ. പക്ഷേ ഈ ഒരു പ്രശ്നം വന്നപ്പോഴാണ് കർപ്പൂരത്തട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സഹോദരിയുടെ ശ്രദ്ധയിലേക്ക് വരുന്നത്. ഭഗവാൻ അത് ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നു എന്ന് തന്നെയാണ്
നമുക്ക് തോന്നുന്നതല്ലേ. അത്രയും ദിവസം ഇങ്ങനെ ആരും ശ്രദ്ധിക്കാതെ കിടന്നതായിരിക്കാം. അല്ലെങ്കിൽ എന്താ സംഭവിച്ചതെന്ന് പറയാൻ പറ്റില്ല. ഒന്നുമില്ല. ആർക്കെ ഭഗവാന്റെ ചില കളികളാണല്ലേ. നമ്മളറിയാത്ത സമയത്ത് നമ്മളോട് കുറേ കളികളൊക്കെ കളിച്ചിരിക്കും. അങ്ങനെ ജീവിതം മുന്നോട്ട് പോകും. നമ്മൾ ഭഗവാനിലേക്ക് കൂടുതൽ എടുക്കും. അപ്പോൾ ഈ അനുഭവം എല്ലാവരിലേക്ക് എത്തിക്കുക. പിന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ വരുന്ന കാര്യങ്ങളൊക്കെ അറിയാലോ. ജോയിൻ ബട്ടണിലൂടെയാണ് വരുന്നത്. പൂജാലങ്കാരം നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. കുറേ സർപ്രൈസുകളൊക്കെ ഉണ്ട്. ഹരേ കൃഷ്ണ. ഫേസ്ബുക്ക് കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും. ഹരേ കൃഷ്ണ.